അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പറായിരുന്ന മുസ്തഫൽ ഫൈസി AP വിഭാഗത്തിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ നാം മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. മുസ്തഫൽ ഫൈസി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അക്കാര്യം ബോധ്യമാണ്. അദ്ദേഹം AP സുന്നിയിലേക്ക് പോയാലും, ഇനി അതല്ല EK സമസ്തയിലേക്ക് തിരിച്ചു വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതിയാണ്. മുസ്തഫൽ ഫൈസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാകുന്നു. കാരണം അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട്. ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഉപകരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ മുസ്തഫൽ ഫൈസിയെ ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് രാഷ്ട്രീയക്കാരുടെ മുന്നിൽ സമസ്തയെ പണയം വെച്ച ചില ആളുകളാണ്. അവർക്ക് നമ്മുടെ നാട്ടിൽ സ്വഹാബികളെന്നാണ് പറയാറുള്ളത്. അതായത് SMFൻ്റെ ഒരു യോഗത്തിൽ ചില സ്വഹാബികൾ സമസ്തക്കെതിരെ, സമസ്ത നേതൃത്വത്തിനെതിരെ അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിപ്പിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അവർ കുഴിയിലേക്ക് തള്ളിവിട്ടു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പോൾ മുസ്തഫൽ ഫൈസിക്ക് മനസ്സിലായി സ്വഹാബി ടീം ചതിയന്മാരാണ് എന്ന്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സമസ്തയെ ആര് ധിക്കരിച്ചാലും, അല്ലെങ്കിൽ നേതൃത്വത്തെ ആര് ധിക്കരിച്ചാലും അവർ പരാജയപ്പെടും എന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അള്ളാഹു നാം ഏവരെയും അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് സമസ്തയുടെ കീഴിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.